പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ MP അടിച്ച് തകർക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വഖഫ് ബില്ലൊക്കെ ചർച്ച ചെയ്ത സമയം 15 മണിക്കൂറോളം ഇന്ത്യൻ പാർലമെൻറ്റ് നന്നായി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു സമയം, മീഡിയകളൊക്കെ ലൈവായിട്ട് നിർത്തിയ ആ സമയത്ത് അതിനിടയ്ക്കാണ് നമ്മുടെ കേരളത്തിലെ പുലിക്കുട്ടി സുരേഷ് ഗോപിയുടെ തീപ്പാറുന്ന പ്രസംഗം വന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ശക്തമായ സംസാരം, അത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് കൃത്യമായ ഇടപെടൽ. സുരേഷ് ഗോപി സംഭവമാണ്. ഞാൻ വെറുതെ അല്ല പറഞ്ഞത്, തൃശ്ശൂർക്കാർക്ക് തെറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഇടപെടൽ കണ്ടപ്പോൾ തൃശ്ശൂർക്കാർ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. മലയാളികൾ മൊത്തത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല. എന്താ കാരണം? ഇദ്ദേഹം സുരേഷ് ഗോപി പാർലമെൻറ്റിലും അതിന് പുറത്തൊക്കെ നടത്തിയ സംസാരങ്ങൾ കേട്ടപ്പോൾ ശരിക്കത് മനസ്സിലായി, തെറ്റിയിട്ടില്ല. കാരണം തൃശ്ശൂരിൽ വലിയ വിഭാഗം പറഞ്ഞു ഇദ്ദേഹത്തെ ഈ പരിപാടിക്ക് പറ്റില്ല, പാർലമെൻറ്റിലേക്ക് അയക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അവർക്കാണ് ഞാൻ പറഞ്ഞത് അവരുടെ അഭിപ്രായം തെറ്റിയിട്ടില്ല എന്നുള്ളത്. എന്താ ഇങ്ങനെ പറഞ്ഞത്? പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. 500-ലധികം ആളുകൾ ലോക്സഭയിലുണ്ട്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്തരായ പ്രഗത്ഭരായ ആളുകൾ, അതിനിടയ്ക്ക് ചില ലോക്കൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഒരു കാര്യം പറയട്ടെ, പാർലമെൻറ്റിൽ വരുന്ന ആളുകൾ ചെറുപ്പം കാലം മുതൽ ബാലസംഘങ്ങളിൽ പ്രവർത്തിച്ച്, വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളിൽ പ്രവർത്തിച്ച്, യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന സ്ഥാനം വഹിച്ച്, വാർഡ് തലം മുതൽ പഞ്ചായത്ത് തലം മുതൽ അല്ലെങ്കിൽ നിയമസഭ മുതൽ ഓരോ തലങ്ങളിലും കൃത്യമായി മത്സരിച്ച് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് സേവനം നൽകി, അതിലൂടെ ജനങ്ങളുടെ മനസ്സും രാജ്യത്തിൻ്റെ ദിശയും മനസ്സിലാക്കി പാർലമെൻറ്റിൽ എത്തുന്ന പ്രഗത്ഭരുണ്ടാവാം, സ്വാഭാവികം. അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിൽ നിന്നും അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് അവരുടെ കൂടെ സേവനം ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് കരുതി രാഷ്ട്രീയ പാർട്ടികളും മറ്റും പറഞ്ഞയക്കുന്നവരുണ്ടാവാം. അത്തരക്കാരെന്ത് ചെയ്യും? പാർലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു നിലവാരത്തിൽ നിന്നും മാറി ഇവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു സ്ഥാനം അലങ്കരിക്കുന്നതിനനുസരിച്ചുള്ള ഒരു പക്വതയിലേക്ക്, അതിനർത്ഥം മറ്റ് ജോലികളൊക്കെ പക്വത ഇല്ലാത്തതാണ് എന്നല്ല, ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രത്യേക ചിന്താഗതികളിലേക്ക് എത്തണം. അങ്ങനെയുണ്ട്. പലതരത്തിലുള്ള ജോലി ചെയ്ത ആളുകൾ ഇന്ന് പാർലമെൻറ്റിൽ വലിയ സ്ഥാനത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, വ്യത്യസ്ത ജോലികൾ, ബിസിനസ്സുകാരുണ്ടാവും, ചായക്കച്ചവടം ചെയ്ത ആളുകളടക്കം പാർലമെൻറ്റിൽ നല്ല സ്ഥാനത്തൊക്കെ ഇരിക്കാറുണ്ട്. അവരൊക്കെ ആ ഒരു രൂപത്തിലേക്ക് എത്തിയാൽ, അതായത് അവരുടെ സ്ഥാനത്തിനനുസരിച്ച് മാറിയാൽ അവർക്ക് നല്ലത് എന്ന് പറയും. ഇവിടെ പ്രശ്നം എന്താണ്? ഈ പാവം തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ ആയി, ഞാൻ എവിടെയൊക്കെയോ എത്തി എന്നുള്ള ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ സിനിമ അഭിനയമാണ്. അതിൽ അദ്ദേഹം സൂപ്പറാണ്, സിനിമ അഭിനയിക്കാൻ സൂപ്പറാണ് എന്നാണ് പൊതുവേ ധാരണ. അത് സത്യമായിരിക്കാം. പക്ഷേ അദ്ദേഹം ആ സിനിമ അഭിനയത്തിലെ അതേപോലെ നമ്മുടെ ഇന്നസെൻ്റ് പാർലമെൻറ്റിലേക്ക് പോകുന്നുണ്ടായി. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നും സിനിമ അഭിനയിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങനെ തമാശയിൽ സംസാരിക്കും, പെട്ടെന്ന് ആ ഒരു ഓർമ്മ വരുന്നു. സ്വാഭാവികമാണല്ലോ. ഒരു അധ്യാപകനായ ആൾ എപ്പോഴും അധ്യാപകൻ്റെ ഒരു മനസ്സിലുണ്ടാവുക, മറ്റെന്ത് ജോലിയാണ്. ഇതേപോലെയാണ് ഇദ്ദേഹം, എപ്പോഴും ഒരു സിനിമ സ്റ്റൈലിലാണ്. ഇന്നലെ പാർലമെൻറ്റിൽ വന്നിട്ട് അദ്ദേഹം 4 ആക്ഷനൊക്കെ ഇട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കരുതി എൻ്റെ സംഭവം. അതൊരു ലൊക്കേഷനിലാണെങ്കിൽ കയ്യടി കിട്ടും. എന്താ കാരണം? അത് സൂപ്പറായിട്ട് അഭിനയിച്ചു. ഇദ്ദേഹം ഇന്നലെ പറഞ്ഞു കൂട്ടിയത് എന്തൊക്കെയാണ്? അപ്പോൾ അതൊന്ന്. 2, അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു. ചില കാര്യങ്ങളൊന്നും പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്കത് മനസ്സിലായില്ല. കാര്യം പറഞ്ഞു കുറേ, പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നത്. അത് എനിക്ക് തോന്നി ഇവരുടെ ഒപ്പം ഒരു ടീമുണ്ട്, കുറച്ച് ഒരു ഹാഫ് ട്രൗസറൊക്കെ ഇട്ടിട്ട് അവരുടെ ഒരു പരിപാടി ഉണ്ട്, അതിനൊക്കെ പോയാൽ പൊതുവെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ കേൾക്കാം. അതായിട്ട് ഓർമ്മിച്ച് വന്നതാണ്. ചിലപ്പോൾ കരുതി ഉണ്ടാവും പാർലമെൻറ്റ് എന്തൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പലതും പറയുന്നുണ്ട്, അറബിക്കടലിലേക്ക് തള്ളുന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ ലാംഗ്വേജൊക്കെ അത് നമുക്ക് ചർച്ച ചെയ്യാം. അറബിക്കടലിലേക്ക് അത് ഇദ്ദേഹത്തിന് അറിയില്ലേ, പാവം ഉറങ്ങാൻ പോവുക. എല്ലാ പാർലമെൻറ്റിൽ ഏത് പരിപാടിക്കും ഉണ്ടാവും ഇതുപോലെ ഒരു പ്രമേയം കൊടുക്കലും, അത് പാസ്സാവാതിരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഇത് ഞാൻ അറബിക്കടലായി ഇദ്ദേഹം എന്താ കരുതിയെന്നാവും. അവിടെ തന്നെ ഒരു തരം ഞങ്ങളുടെ ഭാഷയിലൊക്കെ ഒരു കോമാളി എന്നൊക്കെ പറയും. അതുപോട്ടെ. എന്നിട്ട് പാർലമെൻറ്റിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് പത്രക്കാർ വന്നപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര സംഭവമായി. പത്രക്കാരൊക്കെ ഉണ്ടാവില്ലേ, സ്വാഭാവികമായിട്ടും വല്ല എന്തെങ്കിലുമൊക്കെ ട്രോഫിയൊക്കെ എടുത്ത് വരുന്ന ആളുകളിലൊക്കെ. നമ്മുടെ മലപ്പുറത്തൊരു കുട്ടി പോയെടുത്ത് ക്രിക്കറ്റിന് പോയപ്പോൾ പത്രക്കാർ വന്ന പോലെ ഞാൻ എന്തൊക്കെയാണ് നേടി, ഇയാളുടെ വിചാരത്തിൽ ഇയാളുടെ വിജയമാണെന്നാണ്.
പാവം അറിയില്ല, വിദ്യാഭ്യാസം ഇല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് അന്തല്ല എന്നല്ല. ഏതായിരുന്നാലും പത്രക്കാർ വന്നിട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു വേറെ ജബൽപൂരിൽ ഒരു സംഭവം ചോദിച്ചു, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മട്ട് മാറി, ഇദ്ദേഹം വീണ്ടും സിനിമയിലെ പഴയ വില്ലനായി. എന്നിട്ടാണ് ആരോടെ ചോദിക്കണമെന്ന് മനസ്സിലാക്കണം, ആരോടെ ചോദിക്കണമെന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണം. ആരോട് ചോദിക്കുന്നു, ആരാ ഇവൻ, ആരാരുടെ, അതായത് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത MP ട്രെയിനിൽ പോകുമ്പോൾ പ്രത്യേക സ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലെയിനിൽ കയറുമ്പോൾ സ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേതിൽ. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ചോദിക്കണം. ജനങ്ങളുടെ ചോദ്യമാണ് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ചോദിക്കുന്നത്, ജനങ്ങളുടെ ചോദ്യമാണ്. അത് മാധ്യമമാണ് ചോദിക്കേണ്ടത്. അല്ല അപ്പോൾ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ചാൻസ് കിട്ടില്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ തന്നെ ചോദിക്കുക. എന്നിട്ട് ഞങ്ങൾ മാധ്യമം എന്ന് പറഞ്ഞപ്പോൾ ആരാ മാധ്യമം എന്ന് ഇദ്ദേഹത്തിന് അടിസ്ഥാന വിജ്ഞാനം ഇല്ല എന്നല്ല മനസ്സിലാക്കുന്നത്. ഒരു പാർലമെൻറ്റിലെ മെമ്പർ MP ആയിട്ട് അദ്ദേഹം ചോദിക്കുക മാധ്യമം ആരാന്ന്. 3rd pillar ഓഫ് ഡെമോക്രസി എന്ന് പറയാറുണ്ട്. അതായത് 4th pillar ഓഫ് ഡെമോക്രസി, 4ാം തൂണ് എന്ന് പറയും. ലെജിസ്ലേറ്റീവ്, പിന്നെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്. ഇതാണ് 3 പ്രധാനപ്പെട്ട സാധനങ്ങൾ. നമുക്കറിയാലോ ഒരു ഡെമോക്രസി, അതായത് ഒരു ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണിത്. ഇത് കഴിഞ്ഞിട്ട് ഇഫ് ഈസ് ദർ എ 4th വൺ, അത് മസ്റ്റ് ബി മീഡിയ. ഉറപ്പല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ. അതിനാണ് പറയുന്നത് ആരാ മാധ്യമം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളാണ് 1ാം സ്ഥാനത്ത് നിന്ന്. ഇവൻ ജനമായിട്ട് യാതൊരു ബന്ധമുണ്ടോ? അപ്പോൾ ഏതായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഏതാ ചാനൽ, അപ്പോൾ കൈരളി ആൺകുട്ടികളെ പോലെ ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം ഇല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, തൃശ്ശൂർക്കാർക്ക് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ടീമില്ലേ, അവർ വീണ്ടും ഉണ്ടാവും. ഇനി ഇതിൻ്റെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, മലയാളികളെ കുറിച്ചൊന്ന് പഠിക്കണം ഇയാൾ. ഇന്നലെ പാർലമെൻറ്റിൽ ചില ആളുകളൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിൽ സംസാരിച്ച ഒരു ജോൺ ബ്രിട്ടാസ് സംസാരിക്കണ്ടായി. അത് രാജ്യസഭയിലാണ്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ നേരെ ബാക്ക് സൈഡിലുള്ളത് ഒന്ന് റഹീം, അദ്ദേഹം രാജ്യസഭയിലുള്ള മറ്റൊരു മെമ്പറാണ്, CPMൻ്റെ മെമ്പറാണ്. നേരെ ബാക്കിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനുണ്ട്. അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തിയത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ട ജോൺ ബ്രിട്ടാസ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പല സംഭവങ്ങളും വെല്ലുവിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് അതിനെ ആവേശപൂർവ്വം കൈയടിക്കുന്നതും അതിനെ യെസ് വെക്കുന്നതും ഈ പറയപ്പെട്ട UDF, LDF, ദാറ്റ് ഈസ് കേരള. ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ മലയാളികളുള്ളത്. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ ഇറ്റ്സ് അപ് ടു യു.